ശ്രീ യുവരാജ് ഗോകുൽ NTA അത് പിരിച്ചുവിടപ്പെടേണ്ട ഒന്നാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതിന് നേതൃത്വം നൽകിയ ആളുകൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഇത്രയും വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല. അതിന് പകരം ഇതെന്തോ ഒരു വലിയ പ്രശ്നമേ അല്ല, ഇതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമാണ് എന്ന തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ത് ഗുരുതരമായ അനാസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്നതിനുള്ള മാനസികാവസ്ഥ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതായത് ഈ രാജ്യത്തെ കോടതികളിൽ, ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളിൽ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ വോയിസിൽ അതിലൊന്നും വിശ്വാസമില്ലാത്തൊരു സംവിധാനത്തിന് മാത്രമേ ഇത്ര നിസ്സംഗതയോടെ ഇതിനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇവിടെ ആരും നോക്കി കാണുന്നില്ല. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ 6 ലക്ഷം രൂപ വാങ്ങി ഡാർക്ക് നെറ്റിൽ ജ്യോതികുമാർ ചാമക്കാലയാണോ വസീഫാണോ പറഞ്ഞെന്ന് ഓർമ്മയില്ല. എന്താണ് ആരോപണം വന്നിട്ടുണ്ട്? ആരോപണമല്ല, CBI കണ്ടെത്തിയതാണ്. 6 ലക്ഷം രൂപ വാങ്ങി ഡാർക്ക് നെറ്റിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത് CBI കണ്ടെത്തിയതാണ്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ മറച്ചു വയ്ക്കുവാനോ ഒളിച്ചു വയ്ക്കുവാനോ വേണ്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആരാണോ കുറ്റക്കാരായിട്ടുള്ളത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചില രാഷ്ട്രീയ വശങ്ങളുണ്ട്, മറ്റ് ചില സാങ്കേതിക വശങ്ങളുണ്ട്. എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അനുവദിക്കണം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തുടക്കകാലം മുതൽ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന്, ശ്രീ ലിജീഷ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ നേരത്തെ ചോദിക്കുകയുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്, ഇത്രയും കാലം അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല. രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ കോടതി തന്നെ 2018 ഈ പറയുന്ന പോലെ വൈകി പരീക്ഷ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രേസ് മാർക്ക് കൊടുത്തു വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ 718, 719 ഉണ്ടാവുകയും 50 പേരോളം പരിപൂർണമായിട്ട് ഫുൾ മാർക്ക് മേടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം ലിജീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് 660 എന്ന കട്ട് ഓഫ് കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കൃത്യമായിട്ടും അതിനകത്ത് ഒരു നടപടി ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ആരോപണങ്ങൾ തുടക്കം മുതൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വളരെ നിസ്സംഗഭാവം പ്രകടിപ്പിച്ചു എന്നൊക്കെ ഉള്ള തലത്തിലാണ്. ശരിയാണ്, ആരോപണങ്ങൾ തുടക്കം മുതൽ വരുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്കകത്തേക്ക് ഇല്ലാത്ത പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്ത് ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് കള്ളം എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ആയുഷി പട്ടേൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഗുജറാത്തിലിരുന്നു കൊണ്ട് ഒരു വീഡിയോ പുറത്തുവിടുകയാണ്. ആ വീഡിയോ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുൾപ്പെടെ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. വളരെ വൈകാരികമായിട്ടാണ് ആ വീഡിയോ റീച്ച് ആയിരിക്കുന്നത്. എന്താണ്, എൻ്റെ OMR ഷീറ്റ് കീറിക്കളഞ്ഞു, എനിക്ക് 715 മാർക്ക് കിട്ടേണ്ടതായിരുന്നു, എനിക്ക് 300 സംതിങ് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയപ്പോഴേക്കും അതെന്താണ്, അത് ഫേക്ക് ആണെന്നും ആ കുട്ടി ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ആണെന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ള തലത്തിലേക്ക് സംസാരം വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപ് MBBS എക്സ്ട്രാ എൻട്രൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിലുള്ള കട്ട് ഓഫ് വയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ആർക്കെതിരെ ഇപ്പോൾ വസീഫ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ആരോപണങ്ങളൊക്കെ ആർക്കും ഉന്നയിക്കാം. അന്നത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനു മുകളിലുള്ള ആരോപണങ്ങൾ പറയാനുണ്ടാവും. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കട്ട് ഓഫ് മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയും വലിയ തോതിൽ ക്രമക്കേടുകൾ നടക്കുകയും ക്യാപിറ്റേഷൻ ഫീകൾ മേടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നീറ്റിന്റെ കീഴിലേക്ക് വന്നപ്പോഴേക്കും ഇതെല്ലാം ഏകീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് ഒറ്റ കട്ട് ഓഫ് മാർക്ക് വരികയും ഒരു എക്സാം നടക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശികമായ ഭാഷകളിൽ പരീക്ഷ നടത്തപ്പെടാത്തത് കൊണ്ട് അവിടെയുള്ള കുട്ടികൾ പിറകോട്ട് പോകുന്നു. അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ എല്ലായിടത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായ ഭാഷകളിൽ കൂടി ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബീഹാറിൽ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് അവിടെ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യം ഉണ്ടായി, അത് ദൗർഭാഗ്യകരമാണ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് തന്നെ തീരാ കളങ്കവുമായി മാറിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് പര്യാപ്തമായ സമയം ഞാൻ തന്നുവെന്ന് വിചാരിക്കുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, ആയുഷി പട്ടേൽ എന്നൊരൊറ്റ പേര് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് NTAയുടെ മുഴുവൻ ആക്യുറസിക്കും എതിരാണ്. NTAയുടെ മുഴുവൻ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംഭവ വികാസത്തിന് തൊട്ട് അപ്പുറത്ത് നിങ്ങൾ വെക്കുന്നത് ഒരു വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. ആയുഷി പട്ടേലിന്റെ പേര് നിങ്ങൾ ഇത്രയധികം ഉറക്കെ പറയുന്നത് ഇത് മുഴുവൻ മറച്ചു വെക്കാനാണ്. ആ പരിചയ പോരാതെ വരും യുവരാജ് ഗോകുൽ.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് അങ്ങ് ന്യായീകരിക്കുന്നുണ്ട്. അങ്ങ് തന്നെ പറയുന്നു CBI കണ്ടെത്തിയതാണ് ഡാർക്ക് നെറ്റിൽ 60 ലക്ഷം രൂപയ്ക്ക് ഇത് വിൽപ്പനയ്ക്ക് വെച്ചു എന്ന്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ഒറ്റപ്പെട്ട സംഭവമാകുന്നത്? ഇത് ആളുകൾക്ക് ഹോട്ടൽ റൂമിൽ ഇരുന്ന് രഹസ്യമായി ചർച്ച ചെയ്ത് ചോദ്യം കാണാതെ പഠിച്ച് ഉത്തരം കാണാതെ പഠിച്ച് മുഴുവൻ പേപ്പറും മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഒറ്റപ്പെട്ടതാണോ? അങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിൽ കോടതി പറഞ്ഞിട്ടില്ലേ 0.001% പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന്. അപ്പോൾ ഒറ്റപ്പെട്ടതെന്ന് അതിനെ എങ്ങനെയാണ് നിങ്ങൾ ലഘൂകരിച്ച് കാണുന്നത്? അത് ഒറ്റപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒറ്റപ്പെട്ടത് എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് ലീക്കേജ് വന്നാൽ മതി, അല്ലാണ്ട് രാജ്യത്തെ ഈ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളിലും ഒരു ലീക്കേജ് വരേണ്ട കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരിടത്തുനിന്ന് പോയി കഴിഞ്ഞാലും അത് ഈ പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത്, ഇത്രയധികം ഇന്റർനെറ്റ് ആക്സസ് എല്ലായിടത്തും ഉള്ള കാലത്ത് അത് സ്പ്രെഡ് ആകാനും അത് മറ്റൊരു തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാനും വളരെ ഈസിയാണ്. അപ്പോൾ അത്തരത്തിൽ ചില ഒരു സ്ഥലത്തോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞ ഒരു ലീക്കേജ് ആണ്. സന്മാർഗപാഠ പുസ്തകത്തിന്റെ പരീക്ഷ അല്ല ശ്രീ യുവരാജ് ഗോകുൽ. അല്ല, പിന്നെ എന്തിനാണ് ഈ NTA എന്ന് പറയുന്ന സംവിധാനം? അല്ലല്ല, അങ്ങ് അങ്ങനെ പറയരുത്. ഈ ഒരിടത്ത് നിന്ന് പോലും ചോർന്നിട്ടുണ്ട് എങ്കിൽ അത് എല്ലായിടത്തും വരുമെന്ന ഒരിടത്ത് ചോർച്ചയുണ്ടാകാതെ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇത്രയധികം ശമ്പളവും ഇത്രയധികം ആനുകൂല്യങ്ങളും വെച്ച് ഇത്ര വലിയൊരു സംവിധാനത്തെ നമ്മൾ തീറ്റിപ്പോറ്റുന്നത്. അപ്പൊ അതിനുണ്ടാകുന്ന വീഴ്ചയ്ക്ക് കൃത്യമായ മറുപടി വേണം. അതിന് ഏറ്റവും അങ്ങ് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? NTA കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നത് കൊണ്ട് അതിന്റെ ധാർമ്മികമായ ഗ്രൗണ്ട് അവിടെ ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തെ മരവിപ്പിക്കാനുള്ള ഏറ്റവും അടുത്ത തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ചെയ്തോ? മാധു, ഇത്രയധികം കുട്ടികളുടെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അലോട്ട്മെന്റുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ മരവിപ്പിച്ച് ഇത്രയും പഠിച്ച് പരീക്ഷ എഴുതിയ ഈ മുഴുവൻ കുട്ടികളുടെ അധ്വാനത്തിനെ മുഴുവൻ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നേ ഈ സംവിധാനത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും കുട്ടികളുടെ അധ്വാനത്തോടുള്ള ബഹുമാനം എപ്പോഴാണ്, എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ അധ്വാനിച്ച കുഞ്ഞുങ്ങളെ തന്നെയാണ് അവർക്ക് നീതി കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത്തവണ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന തങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന വ്യക്തിപരമായ തോന്നലിന് മറുപടിയുള്ള സംവിധാനമാണോ അവരുടെ അധ്വാനത്തെ വിലമതിക്കാൻ ഒരുമിട്ട് നിൽക്കുന്നത്? മാധു, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരല്പം പോലും ആഗ്രഹിച്ചിട്ടുള്ളൊരു വിഷയമല്ല ഇത്. അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങളെ ബ്യൂറോക്രസിയുടെ തലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലായത്. അത് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞത്.